അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് പലർക്കുള്ള സംശയമായിരിക്കും ഇതിൽ തുരുമ്പ് കയറുമോ എന്നുള്ളത്. ഇതിൻ്റെ ഫെന്നറൊക്കെ വരുന്നത് ഫൈബറാണ് കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ബോണറ്റ് ബോഡിയുടെ സൈഡിലൊക്കെ തുരുമ്പ് കയറുമോ എന്ന് ചോദിച്ചാൽ തുരുമ്പ് കയറും. 155 അതായത് എംഹോക്ക് 155 എന്നാണ് ഈ ഒരു എഞ്ചിന് കമ്പനി പറയുന്നത്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. മഹേന്ദ്രയ്ക്ക് സ്കോർപിയോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടാക്കിയ ഒരു വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത്, XUV 500. നമ്മൾ XUV 500 പഴയ മോഡലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2021 മോഡൽ വരുന്ന ഈ ഒരു വാഹനമാണ്, അതായത് BS6 വാഹനമാണ് നമ്മളിപ്പം റിവ്യൂ ചെയ്യാനായിട്ട് പോണത്. നമ്മളൊരു വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 2179 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 153 BHP വരുന്ന 360 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല കില്ലാടി സാധനമാണ് ഈ കാണുന്നത്. നമ്മളെ പഴയ മോഡലിനേക്കാൾ എന്തുകൊണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. BS6 നോംസ് വരുന്ന ഒരു എഞ്ചിനാണ്, അതായത് AdBlue യൂസ് ചെയ്ത് ഓടുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ AdBlueൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്, ടോർക്ക് കൺവേർട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. അപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് ഒന്നും കൂടെ വരാം. 4 സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് CRD എഞ്ചിനാണ്. CRD എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷനാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതിൻ്റെ CRD സിസ്റ്റം കൊടുത്തേക്കെന്ന് വെച്ചാൽ ബോഷിൻ്റെയാണ്. ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിൽ 4 വാൽവുകൾ എന്നുള്ള രീതിയിൽ 16 വാൽവുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി, ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ടൈമിംഗ് വന്നിട്ട് ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. നമ്മളെ പഴയ ഒരു XUV 500 സെയിം അതേപോലെ തന്നെ സ്കോർപിയോക്ക് വരുന്ന എംഹോക്കിന് എങ്ങനെയാണോ അതേ കണക്കിന് 2 ചെയിൻ വരുന്ന ടൈപ്പ് ഒരു ടൈമിംഗ് ചെയിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിനൊക്കെ ഇപ്പം ഈ ഒരു BS6 വാഹനത്തിനൊക്കെ കാലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കോൾഡ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കണക്കണ സൗണ്ട് വന്നിട്ട് ടൈമിംഗ് ചെയിൻ്റെ ചെറിയൊരു ശബ്ദം കേട്ട് പെട്ടെന്ന് അത് മാറും. അതായത് പല വണ്ടിക്കും പല ടൈം എടുക്കും, ചില സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ് വരെയൊക്കെ സൗണ്ട് കേൾക്കുക. അത് പഴക്കത്തിനനുസരിച്ച് കേൾക്കാറുണ്ട്. അപ്പം ഇത്തരം അതൊരു പ്രശ്നമല്ല, അത് പൊതുവേ ഈ വാഹനത്തിൽ വരുന്നൊരു സംഭവമാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു എരിപ്പക്കിയുടെ സ്മെല്ലും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പം വരുന്ന ചെറിയൊരു ശബ്ദവും പൊതുവേ ഇതിനുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ടർബോയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ടർബോ വന്നിട്ട് ഒരു VGT ടർബോ ആണ്, അതായത് 6th സ്റ്റേജ് 6ാം തലമുറ വരുന്ന ഒരു ഇലക്ട്രോണിക് കൺട്രോൾഡ് VGT ടർബോ ആണ്, വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ്. ഈ ഒരു ടർബോയുടെ കേസിൽ ടർബോയെ കൺട്രോൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഈസിയമായിരിക്കും. എഞ്ചിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എത്രത്തോളം പവർ അല്ലെങ്കിൽ എത്രത്തോളം എയർ നൽകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈസിയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പവറും കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം, എന്താണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു ഉൾഭാഗത്തോട്ട് വരുമ്പം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷ കാണുന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഇൻ്റർകൂളറിൻ്റെ ഒരു മാറ്റമാണ്. അതായത് ഇൻ്റർകൂളർ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കമ്പനി നൽകിയ. വ്യത്യസ്തം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ വന്നുകൊണ്ട് ഇരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു ഇൻ്റർകൂളറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടോ, ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത്. അതുപോലെ EGRൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ EGRൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കൂളിംഗ് സെക്ഷൻ, അതായത് EGRൻ്റെ കൂളിംഗ് സെക്ഷനാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. നിങ്ങളിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ EGRൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. ഈ ഒരു വണ്ടിയുടെ കോമൺ റെയിൽ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഉണ്ടാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കോമൺ റെയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ 2 MAP സെൻസർ വരുന്നുണ്ട്, ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടും ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടും. ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്താൽ മോനെ. ഓഫ് ചെയ്തോ. അപ്പോൾ ഇതാണ് ഈ ഒരു എഞ്ചിൻ്റെ ശബ്ദം. അതായത് ഈ ഒരു എഞ്ചിന് കമ്പനി നൽകിയിരിക്കുന്ന പേരെന്ന് വെച്ചാൽ 155, അതായത് എംഹോക്ക് 155 എന്നാണ് ഈ ഒരു എഞ്ചിന് കമ്പനി പറയുന്നത്. നമ്മളൊരു എഞ്ചിൻ അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ട് നടന്നാൽ, പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക,
വലിച്ചു പറിച്ച് ഓടിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടു കിടന്നാൽ എത്ര വേണമെങ്കിലും കിടന്ന് ഓടുന്ന ഒരു എഞ്ചിനാണ് തീർച്ചയായിട്ടും എംഹോക്കിൻ്റെ ഈ കാണുന്ന 155 എന്ന് പറയുന്ന എഞ്ചിൻ. ഈ എഞ്ചിന് പൊതുവേ വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഓയിൽ ലീക്കിൻ്റെ വിഷയങ്ങളും അത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ BS6 വാഹനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, AdBlue യൂസ് ചെയ്യുന്നൊരു വാഹനമാണ്. AdBlueവുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അന്നസറി, അതായത് ചുമ്മാ വാണിംഗ് വരിക, വണ്ടി ലിമ്പ് മൂടി പോവുക, അങ്ങനെയുള്ള കേസുകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പം BS6 ഉപയോഗിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. ഈ ഒരു വാഹനം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പം ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ചിലവരൊക്കെ എന്ന് വെച്ചാൽ വളരെ പതുക്കെ പമ്മി ഓടിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഡെഫൊക്കെ അടഞ്ഞിട്ട്, അല്ലെങ്കിൽ സെലക്റ്റീവ് കാറ്റൽ കൺട്രോളിൻ്റെ ഭാഗമൊക്കെ അടഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ ഭാഗത്തൊക്കെ അമോണിയ കൂടുതൽ അടിയുകയും അങ്ങനെയൊക്കെ വന്നിട്ട് വണ്ടിക്ക് പവർ നഷ്ടപ്പെടാനും സ്മോക്ക് വരാനും അതുപോലെ തന്നെ പയ്യെ എഞ്ചിൻ്റെ പ്രശ്നത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് കാല് കൊടുത്തൊക്കെ ഇത്തിരി ഓട്ടിക്കണം. വണ്ടി ഇത്തിരി ലോങ് ഒക്കെ പോകണം. അതായത് ലോങ് യാത്ര ഇല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ BS6 വാഹനം ഒരു പക്ഷേ തലവേദനയാകും. മെയിൻ്റനൻസും അത് കണക്കിന് റിപ്പയറിങ്ങും എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരും. അതേസമയം സ്ഥിരമായിട്ട് ലോങ്ങും കാര്യങ്ങളും, സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഇത്തിരി കാല് കൊടുത്ത് ഓടുന്നൊരു സാഹചര്യം ഉണ്ടായേ പറ്റുള്ളൂ. കാര്യം വെച്ചാൽ ഇതിൻ്റെ കാറ്റൽ കൺട്രോളും മറ്റുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായാൽ മാത്രമേ, ഉയർന്ന താപനില കിട്ടിയാൽ മാത്രമേ അതിലടങ്ങിയേക്കുന്ന കാർബൺ സ്യൂട്ട് നോക്സൊക്കെ വിഘടിച്ച് കത്തി അതിൽ നിന്ന് പോവുകയുള്ളൂ. ബാക്കിയുള്ള ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളെ സാധാ എംഹോക്ക് എഞ്ചിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും സർവീസിൻ്റെ കാര്യത്തിലോട്ടും വരുമ്പോഴത്തേക്ക് ടെക്നിക്കലി ഉള്ള ചില സാധനങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെയുള്ള ടർബോ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക്കൽ സാധനങ്ങൾ, ചില സെൻസറുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ ടൈമിംഗ് ചെയിനോ അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിലുള്ള ഭാഗങ്ങൾക്കൊന്നും അതിൻ്റെ അത്ര കണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററൊക്കെ കൃത്യസമയത്ത് മാറാൻ ശ്രദ്ധിക്കുക, കറക്റ്റിന് എഞ്ചിൻ ഓയിൽ മാറാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടില്ലായിരുന്നു, പക്ക നീറ്റായിട്ട് നല്ല കിണ്ണനായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഓണർ ഒരു വല്ലാത്ത വണ്ടി ഭ്രാന്തനാണ്. നമുക്കൊന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെടാം. ഷിജോ, കമാൺ ബാ. അപ്പം നമ്മളെ വീഡിയോയിലായിട്ട് സ്വാഗതം. ഈ ഒരു വണ്ടിയുടെ ഓണർ ഇദ്ദേഹമാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ സൈലോടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണക്ക് തന്നെ മറാസോടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം XUV 500W11 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഞാൻ ഏതൊരു വാഹനം എടുക്കുമ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സബിനോട് ചോദിച്ചിട്ടാണ് ഏതൊരു വാഹനം ഞാൻ എടുക്കുന്നത്. അപ്പോൾ മഹേന്ദ്ര XUV 500 സംബന്ധിച്ചിടത്തോളം ഞാൻ ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓട്ടോമാറ്റിക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ സബിനോട് ചോദിച്ചിട്ട് എൻ്റെ ഒരു താല്പര്യവും ഇഷ്ടം കൊണ്ടാണ് ഞാൻ XUV 500 ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാനുള്ള കാരണം. അതും BS6 വണ്ടിയാണത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയോട് ഇഷ്ടം കൂടുതൽ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫർട്ട് എനിക്ക് ഈ വണ്ടി സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് റോയും നമ്മുടെ സെക്കൻഡ് റോയും യാത്രാ സുഖം വളരെ സുഖമാണ്. തേർഡ് റോയിൽ മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. തേർഡ് റോ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ, ബേബി സീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇതാണ്. പിന്നെ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്കിതിന് മൈലേജ് 15-16 കിട്ടുന്നത്. സിറ്റി ഡ്രൈവൊക്കെ ആണെങ്കിൽ ഒരു 12-13, 10-13 ഇടയ്ക്കൊക്കെ ആണ് മാക്സിമം കിട്ടുന്നത്. ഇതിപ്പോൾ വാറണ്ടിയിൽ കിടക്കുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ എടുത്ത സമയം മുതലുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് CBC മോട്ടേഴ്സിലാണ് ചെയ്യുന്നത്. എനിക്ക് അവിടുത്തെ സർവീസ് ഏറ്റവും നല്ല തൃപ്തികരമാണ്. ഒരുപാട് പേര് മഹേന്ദ്രയുടെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് കംപ്ലയിൻറ്റുകൾ പറയുന്നുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ്. പക്ഷേ ഞാനും വേറെയും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് പോയ അനുഭവം വെച്ച് ഞാൻ അതിൽ 100% സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം മറാസോയും കൊടുത്തു, സൈലോയും കൊടുത്തു, എന്നിട്ട് ഇതിലോട്ട് കയറി. ഇനി ഇതിൽ നിന്ന് അടുത്ത പോകുന്നെങ്കിൽ താർ റോക്സ് അല്ലേ? വണ്ടികൾ മഹേന്ദ്ര വിട്ടൊരു കളിയില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മഹേന്ദ്ര ഫാൻസ് അല്ലേ, ഒരു ഫാമിലി ഫുള്ളും കേട്ടോ, ഒരാളല്ല ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോവാം. നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം അത്യാവശ്യം ഭയങ്കര വലിയ ഡോറൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം ഡോർ എന്നാണ്. അപ്പോൾ അതാണ് തന്നെ ഇതിൻ്റെ എൻട്രൻസ് കണ്ട. എൻട്രൻസൊക്കെ വണ്ടിയെ സംബന്ധിച്ച് ചെറിയ എൻട്രൻസ് ആണ്. കയറി ഇറങ്ങുന്ന കാര്യത്തിലോട്ട് ഇതാണ്, ഇങ്ങനെയാണ്. മറ്റ് നമ്മളെ പഴയ മോഡൽ വണ്ടിയേക്കാൾ ഒരല്പം കൂടി പൊക്കം കുറവാണ് എന്നുള്ളത്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും മാന്യമായൊരു ഹെഡ് റൂമും കുഴപ്പമില്ലാത്ത ഒരു ലെഗ് റൂമും ഒക്കെ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു XUV 500-ായ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർക്ക് കൺവേർട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റും. ടിൽട്ടും ടെലിസ്കോപ്പിക്കുമാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്പനി നൽകിയേക്കുന്നത്. ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. കോ ഡ്രൈവറിൻ്റെ സീറ്റിലോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം മാന്യമായ ഒരു ഹെഡ് റൂമും കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്.
കോ ഡ്രൈവർ സീറ്റ് പക്കാണ്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഏരിയ അല്പം കുറവാണ്. നമുക്കിനി സെൻട്രൽ റോയും കൂടെ ഒന്ന് നോക്കാം. സെൻട്രൽ റോയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഡോറിൻ്റെ കാര്യത്തിൽ വാഹനത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡോറും ചെറിയൊരു എൻട്രൻസും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പ്രായമുള്ളവർക്ക് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ റോയിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടോ, നല്ല വിശാലമായ നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ചില വണ്ടികളിലൊക്കെ സെൻട്രൽ ടണലുണ്ടായിരിക്കും, ഇതിൽ ഒട്ടും സെൻട്രൽ ടണലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഇരിക്കുന്നവർക്ക്, ഈ നടുക്ക് ഭാഗത്തിരിക്കുന്നവർക്കൊക്കെ സെൻട്രലിൽ ഈ ഒരു ബോക്സ് വരുന്നതുകൊണ്ട് കാല് നീട്ടി വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും എന്നുള്ളതല്ല, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. 3 പേർക്ക് വളരെ വിശാലമായ രീതിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ റോയിൽ ഇരിക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാക്ക് റോ, അതായത് മൂന്നാമത്തെ റോ. നമ്മളൊരു വണ്ടിയുടെ ബാക്ക് റോയിലോട്ട് വരികയാണെങ്കിൽ, ഏറ്റവും ബാക്ക് റോയിലോട്ട് വരികയാണെങ്കിൽ ഞാനത് കയറി കാണിച്ചു തരാം. കയറുന്നതും ഇറങ്ങുന്നതും ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കാണെങ്കിൽ പക്കാണ്. അത് കണക്ക് തന്നെ ഇത്തിരി പൊക്കം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും പ്രശ്നമില്ല. അത്യാവശ്യം ഇത്തിരി ഒതുങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാല് കെട്ടാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. പിന്നെ എല്ലാ റോയിലും 3 റോയിലും AC വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യാതെ യാത്ര ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കുട്ടികൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് പറ്റൂ, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കണം. 100% തുരുമ്പ് കയറും. പക്ഷേ നമ്മളുടെ പഴയ ആ ഒരു XUV 500 അതുപോലെ പെട്ടെന്ന് കയറില്ല എന്നുള്ളതാണ്. സാധാരണ XUV 500 ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാ ഈ ഡോറിൻ്റെ ഈ ഭാഗങ്ങളിൽ, ഈ സൈഡ് ഭാഗങ്ങളിൽ, ഇത്തരം ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കയറി നാശമാവുന്ന കേസ് കേട്ട്, അത് കണക്ക് തന്നെ ബോണറ്റിൻ്റെ അകംഭാഗത്തൊക്കെ തുരുമ്പ് കയറി ചീത്തയാവുന്ന കേസ് കേട്ട്, ഇതാ ഇത്തരം ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കയറുന്നത്. അത് കണക്ക് തന്നെ ഡിക്കിയുടെ ഈ ഫിറ്റിങ്സ് വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഭാഗങ്ങളിൽ അത് കണക്കിന് ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഈ കോർണർ, ഈ കോർണർ, ഇത് കണക്കുള്ള ഭാഗങ്ങൾ, അത്തരം ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കയറുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് വാട്ടർ സർവീസോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി നല്ല മഴയത്തും കാര്യത്തിലൊക്കെ ഓടിപ്പോയി തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് തുടച്ചിടാനുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ XUV 500 ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു BS6 വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 2019, 20 മുതലുള്ള അങ്ങോട്ടുള്ള വാഹനങ്ങൾക്ക് അത്ര കണ്ട് വലിയ തുരുമ്പിൻ്റെ പ്രശ്നം പഴയ വാഹനങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം തുരുമ്പ് വരത്തില്ല എന്നുള്ളതല്ല. നമ്മളീ ഒരു വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 235, 60, 18 ആണ്. അതായത് ഈ ഒരു അലോയ് വീൽ വരുന്നത് 18 സൈസാണ്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം വരുന്നത് മുൻഭാഗത്ത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് വെന്റിലേറ്റർ ടൈപ്പ് അല്ലാത്ത ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. അതായത് 4 ഡിസ്ക് ബ്രേക്കാണ്, 4 സൈഡും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നത് മുൻവീലുകളാണ്, അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു മോഡലിൽ ഓൾ വീൽ ഡ്രൈവ് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ സാധാ വാഹനങ്ങൾക്ക് വരുന്ന കണക്കിന്, അതായത് സാധാരണ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങൾക്ക് വരുന്ന കണക്കിന് ടിപ്പിക്കൽ ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതായത് സ്ട്രട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലുള്ള ഷോക്ക് അബ്സർവർ, ലോവർ ആം, ടയർ റോഡ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ആക്സിൽ, ബാലൻസ് റോഡ് ബുഷ് കിറ്റ്, സ്റ്റെബിലൈസർ ലിങ്ക്, അത്തരത്തിലുള്ള സാധാ രീതിയിലുള്ള സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഓട്ടത്തിൽ മുൻഭാഗത്ത് വലിയ രീതിയിൽ തെറുപ്പോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടത്തില്ല എന്നുണ്ടെങ്കിലും പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ടൈപ്പ് സസ്പെൻഷനാണ് എന്നുണ്ടെങ്കിലും വണ്ടിയിൽ ആളില്ലെങ്കിൽ, വെയിറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, 4 പേരെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ പിൻഭാഗത്ത് ഒരു ഇത്തിരി തെറുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നൊരു സംഭവം വരാറുണ്ട്. എഞ്ചിൻ്റെ ശബ്ദം ഉള്ളിലോട്ട് തീർത്തും ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. നമുക്കിനി ഈ ഒരു വാഹനം നേരെ റിവേഴ്സ്, ന്യൂട്രൽ, ഡി മോഡിലോട്ട് ഇട്ട് അങ്ങോട്ട് എടുക്കാം. ഇത് ടോർക്ക് കൺവേർട്ട് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പം ഇത്തിരി ഹിൽ ഏരിയയിലാണെങ്കിലും അത് കണക്ക് തന്നെ ഇത്തിരി പിടിപ്പിച്ച് ഓടിക്കണമെങ്കിലൊന്നും വേറെ ടെൻഷനൊന്നുമില്ല. പൊതുവേ ടോർക്ക് കൺവേർട്ട് ഗിയർ ബോക്സുകൾക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകൾ വരില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇലക്ട്രോണിക്കൽ ഭാഗങ്ങളുടെ ചില പ്രശ്നങ്ങൾ കാരണമൊക്കെ ഇതിന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതായത് ഗിയർ ബോക്സ് സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ വരാറുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര സ്മൂത്താണ് ഓടിക്കാനൊക്കെ. XUV 500 കൊള്ളാം കേട്ടോ സാധനം. ഈ ഒരു BS6 വാഹനം മര്യാദയ്ക്ക് നോക്കിയും കണ്ടും ചവിട്ടിപ്പറിച്ചല്ലാതെ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പൊന്നു കണക്ക് കൊണ്ടു കിടക്കാമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. റഫ്യൂസ് ചെയ്യാനും ആണെങ്കിൽ നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്ലാസ്റ്റിക് ബോഡി പാർട്സുകൾ, അതായത് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണെങ്കിൽ തന്നെയും ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സുകൾ വരുന്നുണ്ട്. ചുമ്മാ കട്ടല കൊണ്ട് ചങ്ങടായിട്ട് ഓട്ടിക്കുകയാണെങ്കിൽ ആ ഭാഗം മൊത്തം ലൂസാവാനും
അന്യായമായ റാറ്റ്ലിംഗ് സൗണ്ട്. പൊതുവേ XUV500 സംഭവമാണ്, റാറ്റ്ലിംഗ് സൗണ്ടിൻ്റെ അയ്യര് കളിയായിരിക്കും. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം XUV500 എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.